ആമേൻ. സന്തോഷമുള്ളവർ കരമധ്യ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്വന്തം 11:30 ആയി. 11:30 നിർത്തണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ആമേൻ ശ്രദ്ധിക്കുക, പെട്ടെന്ന് പറയാൻ വരും ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് ധ്യാനിക്കണം. വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റാണ് റെസ്റ്റോറേഷൻ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. യഥാസ്ഥാനപ്പെടുന്ന അവസ്ഥ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ആഗ്രഹം. ഈ വർഷം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. താക്കോൽ വാക്യമായി വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ എടുത്തത് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യമായിരുന്നു. ആകയാൽ ഈ വാഗ്ദത്തങ്ങൾ, ഈ പ്രോമിസസ് നമുക്ക് ശേഷിച്ചിട്ടുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിലെയും ജഡത്തിലെയും സകല കൺവെൻഷനുകളെയും പോക്കി. ഇന്ന് പകൽക്കാലം യു ഹാവ് ടു ക്ലെൻസ് ഫ്രം എവറി ഫിൽത്തിനെസ് ഇൻ യുവർ സ്പിരിറ്റ് ആൻഡ് ഇൻ യുവർ ബോഡി. മനസ്സിൽ ഫിൽത്തിനെസ് ഉണ്ടെന്ന് നിന്റെ ഹൃദയം ആമേൻ സ്തോത്രം ചെയ്യുന്ന ഫിൽത്തി ആകുന്ന റെബല്യസ് നേച്ചർ, അത് ഹാർഡൻ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. സകല റെബല്യസ്നെസ്സിനെയും സകല ഫിൽത്തിനെസ്സിനെയും ചേഞ്ച് ചെയ്തിട്ട് യു ഹാവ് ടു പെർഫെക്റ്റ് ഹോളിനെസ്. അതായിരുന്നു വർഷത്തിന്റെ ആരംഭത്തിലെ താക്കോൽ വാക്യം. അതിനുള്ള ബന്ധത്തില് കർത്താവ് പറഞ്ഞു, അന്ന് എഹെസ്കേൽ 36-ാം അധ്യായമാണ് എടുത്ത്. അന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ ചെയ്യത്തില്ല, എന്റെ നിമിത്തം ഞാനത് ചെയ്യും. നിങ്ങൾക്ക് മാംസളമായ ഹൃദയം തരും, എന്റെ ആത്മാവിനെ നിങ്ങളുള്ളതാക്കും, എന്റെ വഴികൾ നിങ്ങളെ നടത്തുമെന്ന് അവൻ സ്വപ്നം ചെയ്യുന്നു. ജനുവരിയിൽ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു. എന്നാൽ നമ്മൾ ഓരോ മാസവും വിശുദ്ധി എങ്ങനെ തികയ്ക്കാമെന്ന് ചിന്തിച്ചു വന്നപ്പോൾ അവൻ ലാസ്റ്റ് മന്തിൽ നമ്മൾ ചിന്തിച്ച റിപ്പന്റൻസ് വേണം, വിശുദ്ധി തികയ്ക്കാൻ മാനസാന്തരം. അവൻ സ്വപ്നം അതിനുള്ള ബന്ധത്തിൽ നമ്മൾ പോലും ചിന്തിക്കാതൊരു ദൈവദാസനെ അയച്ചു. അവൻ രക്ഷ, അതിന്റെ അവൻ 3 സ്റ്റേജസ്. ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടുന്നു. സുവിശേഷം കേട്ട ഉടനെ അവൻ പാപങ്ങളെ കുറിച്ച് ബോധം വന്ന് റിപ്പന്റ് ചെയ്ത് രക്ഷിക്കപ്പെടുന്നു. ഫസ്റ്റ് സ്റ്റേജ്. അന്നേരം ആത്മാവിന്റെ രക്ഷ സംഭവിച്ചു, നാം സ്നാനം യേശുവിനോട് ചേർന്നു. അതുകൊണ്ട് തീരുന്നില്ല, വീണ്ടും നാം ജഡത്തിൽ ജീവിക്കുന്നവരാ. ജഡത്തിൽ പാപമുണ്ട്. പാപം എപ്പോഴും അവൻ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും, ജഡം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ തുണയായി പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ള ഗിൽറ്റി കോൺഷ്യൻസ്. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തും. അന്നേരം അത് ഏറ്റുപറഞ്ഞപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും, ഓരോ മൊമെന്റും, ഓരോ നിമിഷവും. കർത്താവ് ക്ലാസ്സിൽ പറഞ്ഞു, ആ പാപം ഏറ്റു പറഞ്ഞിട്ട് ക്രിസ്തുവിന്റെ മുഖം നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ കാണുന്ന പോലെ അത് തീരുന്ന ഒരു പ്രോസസ്സാണ്. അത് നിന്റെ ജീവിത ലാസ്റ്റ് ബ്രത്ത് ടേക്ക് ചെയ്യുന്നവരെ, അല്ലെ ക്രിസ്തുവിന്റെ കാഹളം ധരിക്കുന്നവരെ എന്നിലും നിങ്ങൾ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അവൻ ജീവിതത്തിലെ ജഡത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അടുത്ത് വരുന്നത്. അതിന്റെ അൾട്ടിമേറ്റം എന്ന് പറയുന്നത് യു വിൽ ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായിട്ട് തീരും. കാണുമ്പോൾ പിന്നെ അനിലിനെ അല്ല കാണുന്നത്, എന്നെ നോക്കുന്നവരാരെ കാണും? യേശുവിനെ കാണും. ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുക പോലും ചെയ്യേണ്ടി വരത്തില്ല. അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ ജീവിതം കാണുന്നവർ, നീ പ്രസംഗിക്കേണ്ട, നീ സാക്ഷ്യം പോലും പറയണ്ട, നിന്നെ കാണുന്നവർ പറയും, ഒരു ദൈവം ജീവിക്കുന്നു, എനിക്കും അവളുടെ ദൈവത്തെ വേണം, എനിക്കും അവന്റെ ദൈവത്തെ വേണമെന്ന് നിന്നെ കാണുന്നവർ തന്നെ പറയാൻ ഇടയായിത്തീരും. അതാ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ, മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ഇനിയും രക്ഷിക്കപ്പെടും. അതിനർത്ഥം യേശു മടങ്ങി വരുമ്പോൾ ഈ ജഡം, ഈ ജഡത്തിൽ ദൈവത്തെ കാണാൻ നമുക്കൊണ്ട് പറ്റുകയില്ല. കാരണം നമ്മൾ കണ്ടാൽ അന്നേരം പോകുന്ന എനിക്ക് നോട്ട് കോംപ്രിഹെൻഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവ തേജസ് ഏറ്റെടുക്കാൻ നമ്മുടെ ശരീരത്തിൽ എന്തോ ഇല്ല, പവറില്ല. അതുകൊണ്ട് അവൻ പത്മോസിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോഴേ പുള്ളിയും ചെയ്തു, ബോധനേക്ക് താഴെ വീണു. കാരണം പിന്നെ കൈയാണ് അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. എന്നാൽ അവൻ ഇരിക്കുന്നത് പോലെ അവനെ കാണണമെങ്കിൽ അവനോട് അനുരൂപരായിട്ട് തീരണം. അത് എപ്പോഴാ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് വിൽ കം ബാക്ക്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് യേശുവിൽ മരിച്ചവർ, ചുമ്മാ എല്ലാം മരിച്ചവരല്ല, ക്രിസ്തുവിൽ മരിക്കുന്ന, ക്രിസ്തുവിനായി ആരൊക്കെ മരിക്കുന്നു. വചന കൽപ്പനകളുടെ വചന വ്യവസ്ഥയെ ആർക്കും പറയാൻ പറ്റില്ല. ഐ ഡിഡ് നോട്ട് നോ, ഞാനിത് അറിഞ്ഞില്ല. ഇന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചുണ്ടാകാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോഡും അറിയണമെന്നില്ല. പക്ഷെ നിയമം ഇതാ, നീ വായിച്ചറിയണം, നിന്റെ ഉത്തരവാദിത്വം. വണ്ടി ഓടിക്കുന്നോ, യു ഹാവ് ടു നോ ദ കോഡ്. എല്ലാ കോഡും അറിഞ്ഞത് അത് ഇഗ്നോറൻസ് ഒരിക്കലും നിനക്ക് എസ്കേപ്പിന് ഒരു വഴിയല്ല. അതിനാ ദൈവം നമുക്ക് എന്ന് തന്നിരിക്കുന്ന വചനം തന്നിരിക്കുന്നത്. ഒരു പാസ്റ്റർ പുറകെ പോണ്ട, ഒരു മതത്തിന്റെ സംഘടന പുറകെ, ഇത് വായിച്ചു നീ അറിയണം. ദിവസത്തിൽ നിൽക്കുമ്പോൾ ഈ സുവിശേഷം കൊണ്ടാണ് നിന്നെ ന്യായം വിധിക്കുന്നത്. അപ്പോൾ നിന്റെ കൈ ബലപ്പെട്ടിരിക്കാൻ ഇതിലെ സത്യങ്ങൾ നീ അറിയണം. വാട്ട് ഇസ് എക്സ്പെക്ടഡ് ഓഫ് യു എന്ന് നീ അറിയണം. എന്നിട്ട് യു ഹാവ് ടു റെസ്റ്റോർ യുവർസെൽഫ്, യു ഹാവ് ടു കം ബാക്ക് ഇൻടു ദാറ്റ് സ്റ്റാൻഡേർഡ്. സ്വന്തം അവിടെ നമ്മൾ പലപ്പോഴും വരാതാകുമ്പോഴാണ് ഈ മരണം.
നമ്മെ ഓർപ്പിക്കുന്നത് ശരിയാ. എനിക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ലെങ്കിലും എന്റെ വിടവ് അവൻ സ്വന്തം ചെയ്യുന്നു. അതായത് ഈ ക്രിസ്തു മാർഗത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ സ്വന്തം ചെയ്യുന്നു. ചിന്തയ്ക്ക് എവിടെ ഇരിക്കുന്ന ഏറ്റവും ഭാവിയായ ഒരു മനുഷ്യൻ ഇരിക്കട്ടെ, ഏറ്റവും അവൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വരെ എത്തണമെങ്കിൽ അവൻ സ്വന്തം ഒരു 100 നില കെട്ടിടത്തിന് ഉയരം പോകണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഹോളി ആയിട്ടിരിക്കുന്ന വ്യക്തി ഒത്തിരി ജീവിതത്തിൽ കർത്താവിനോട് വചനം നോക്കി ചെക്ക് ചെയ്ത് ഒരിക്കലും ഞാനത് ക്ലെയിം ചെയ്യത്തില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് ഒരു 5 നില മാത്രമേ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡോട് ഒപ്പം അടുക്കാനുള്ളെങ്കിൽ യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ 100 നില സ്റ്റാൻഡേർഡ് ഗ്യാപ്പ് ഉള്ളവന്റെയും ഈ 5 നില സ്റ്റാൻഡേർഡ് ഗ്യാപ്പ് ഉള്ളവന്റെയും ഗ്യാപ്പ് യേശുവിന്റെ മരണം ഫീൽ ചെയ്യും. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറെ ആരും മരിച്ചിട്ടില്ല, വേറെ ആരും ചോര തന്നിട്ടില്ല, വേറെ ആരും പാപങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഈ ഭൂമിയിൽ ഒരൊറ്റ ദൈവങ്ങളും ഒറ്റ മതത്തിലുള്ള ഒറ്റ ദൈവങ്ങളും അതുള്ളതുകൊണ്ട് യു ക്യാൻ പ്രീച്ച് ക്രൈസ്റ്റ് ടു എനിബഡി. ആരോടും നിനക്ക് യേശുവിനെ കുറിച്ച് പറയാം. അവൻ സഹോദര, നീ ഒരു ഗിൽറ്റിയായി അവനൊരു കോർട്ടിൽ പിടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കോടതിയിൽ അടിക്കപ്പെട്ടാൽ യു നീഡ് എ ബെയിൽ. My Christ is your bail. Is death is your salvation. അവന്റെ മരണം. അതുകൊണ്ട് ആ കർത്താവിന്റെ മേശ, ആരാധനയുടെ കാതലത. എനിക്കതുകൊണ്ട് കർത്താവിന്റെ മേശ I don't like it. അതിനെ ചിന്തിച്ച് കരഞ്ഞ് just break down. This is the core of worship. കർത്താവിന്റെ മേശ ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂഷനറിയാ. കർത്താവിന്റെ മേശയെ ധ്യാനിക്കാത്ത ഒരു ആരാധന എന്റെ യേശുവിന് ഇഷ്ടമേ അല്ല. Because അവിടെ വന്ന് നീ കാണിക്കുന്ന ആലോചന who cares? നീ പൊളിഞ്ഞു കിടക്കുക. You have not come back to the standard. You have not corrected your life. സത്യം അറിഞ്ഞിട്ടും തെറ്റിപ്പോയി. ആടുകളെ പോലെ ആടുകളാ, ശരിയാ, ഇടേണ്ടെടുക്ക വന്ന ആടുകളാ. നീ സത്യം പലവട്ടം അറിഞ്ഞിട്ടും you are intentionally walking away with justification. പക്ഷേ ആടുകളെ പോലെ തെറ്റിപ്പോയപ്പോൾ നമ്മുടെ സമാധാനത്തിന് ഇന്ന് പീസോടിരിക്കുന്നെങ്കിൽ കാരണം ഈ മേശയാണ്. നിനക്ക് വേണ്ടി ബ്രേക്ക് ചെയ്ത ബ്രെഡ, നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തമാ. അതായി ആരാധന മഹത്വം. സത്യം പറഞ്ഞാൽ ആരാധന എപ്പോഴും ഇത് വേണം. കാരണം ടൈമില്ല, വേറെ എന്തോ വർഷിപ്പ്. സത്യം ഞാൻ അതാണ് വർഷിപ്പ്. ബാക്കിയൊന്നും നമ്മുടെ സാഹചര്യം ഒന്നും കേട്ടില്ല, സാരമില്ല. He died for me, just thinking about it. അവനെ ഭക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ മാംസരക്തങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവനോട് നാം ചേരുക, അവന്റെ മരണത്തെ പ്രസ്താവിക്കുക, ധൈര്യം പ്രാപിക്കുക, പിശാചിന്റെ പിടി അഴിയുക. കാരണം സ്വന്തം നിന്റെ ജീവിതത്തിന്റെ രക്ഷ, നിന്റെ തലമുറയുടെ അനുഗ്രഹം. ഇന്ന് പകൽ നിരാശപ്പെടല്ലേ. അവൻ നിനക്ക് വേണ്ടി മരിച്ചു, അവൻ മരിക്കുമ്പോൾ ഇറ്റ് ഈസ് അക്കംപ്ലീഷ്ഡ്. അത് സാധിച്ചു എന്നാ പറഞ്ഞ അക്കംപ്ലീഷ്ഡ്. നിവൃത്തിയായെന്ന് മഴ പറഞ്ഞു. നിവൃത്തിയായെന്ന് കുഞ്ഞേ നിന്റെ മക്കളെ വിഷയം ഇറ്റ്സ് അക്കംപ്ലീഷ്ഡ്. ഇന്നത്തെ നിന്റെ തകർച്ച മാറുന്നതാണെങ്കിൽ ഇറ്റ്സ് അക്കംപ്ലീഷ്ഡ്. നിന്റെ ഫാമിലിയിലെ തകർച്ച ഇറ്റ് ഇസ് അക്കംപ്ലീഷ്ഡ്. ഇന്ന് പകൽ നീ കാണുന്നില്ലായിരിക്കാം, ഏറ്റവും നെഗറ്റിവിറ്റി മാത്രമാണ്. ഇന്ന് നീ വിശ്വസിക്ക്, നിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം ഇറ്റ് ഇസ് അക്കംപ്ലീഷ്ഡ്. ഇന്ന് പകൽ നീ അവന്റെ അടുക്കലോട്ട് അടുത്തു വന്നാൽ മതി. അവൻ സ്വപ്നം ചെയ്യുന്നതിനുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ട് ഈ മാസം വന്നപ്പോൾ ദൈവം പറഞ്ഞത്, ലുക്ക്, അവൻ റിപ്പന്റൻസ് നമ്മളെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടക്കി വരുത്തും. അത് നല്ല കാര്യമാണ്. ദൈവത്തിന്റെ അടുക്ക മടങ്ങി വന്നിട്ട് ചുമ്മാ വന്ന് കുത്തിയിരുന്നുകൊണ്ട് കാര്യമില്ല. നീ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു, നീ സ്നാനപ്പെട്ടു, നീ കൂട്ടായ്മയ്ക്ക് വരാൻ നല്ല കാര്യമാണ്. പക്ഷെ അവിടെ കൊണ്ട് ആയില്ല. നമ്മള് 85-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ അവൻ സ്വന്തം ചെയ്യുന്ന 85-ാം സങ്കീർത്തനത്തില് നിങ്ങൾ അതിന്റെ 1-ാമത്തെ വാക്യം 1, 2, 3 വാക്യങ്ങളൊന്നും വായിക്കാമെങ്കിൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവൻ പരിശുദ്ധാത്മാവില് എനിക്ക് ആ വചനം കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയതാണ്. അവൻ സ്വപ്നം ചെയ്യുന്നു യഥാസ്ഥാനപ്പെടുന്നതിനെ കുറിച്ചുള്ള ആഴം, അതിന്റെ ഒരു മർമ്മം. ഹല്ലേലൂയ. അതിന്റെ 85-ന്റെ 1 മുതൽ അവൻ വായിച്ചാട്ട്, യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തി. നോക്കണേ, കടാക്ഷമുള്ളത് കൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ട് പ്രവാസം. എന്താണ് പ്രവാസം? സ്വന്തം ദേശം വിട്ട്, സ്വന്തം അവകാശം വിട്ട് അകന്നു പോയി താമസിക്കുന്ന പ്രവാസം. ദൈവ വഴികൾ വിട്ട്, ദൈവ ഉപദേശം വിട്ട്, ദൈവം തന്ന കൽപ്പനകൾ വിട്ട് നീ മറ്റു ദൈവങ്ങളെയും മറ്റുപദേശങ്ങളെയും പുറകെ പോകുമ്പോൾ അതിനെ പറയാൻ നീ എക്സൈലിലേക്ക് പോയി. നീ നിന്റെ ദേശം വിട്ട്, നിന്റെ പ്രമാണം വിട്ട് നീ ദൂരെ പോയി.
അവിടെ നിന്ന് പ്രവാസികളെ മടക്കി വരുത്തിയിട്ട് അവൻ സ്വന്തം ചെയ്യുന്നു. ദേശത്തെ ദൈവം കടാക്ഷിച്ചു. യാക്കോബിന്റെ പ്രവാസികളെ പോയി ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ മടക്കി വരുത്തി അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തത് ദൈവം എന്ത് ചെയ്തു? അവരുടെ അകൃത്യമൊക്കെയും മോചിച്ചു. അകൃത്യം മോചിപ്പിച്ചു. അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. അകൃത്യം മോചിച്ചു, മൂടിക്കളഞ്ഞു. ഇതൊക്കെ ദൈവം ചെയ്തു. അപ്പോള് ക്രോധം മുഴുവനും നശിപ്പിച്ചു കളയേണ്ടതാ. ഒറ്റ പേര് പോലും ഇല്ലാതെ ഇവരെ തീർത്ത് കളയേണ്ടതാ. കാരണം പ്രമാണം കിട്ടിയിട്ടും അനുസരിക്കാത്ത ഇവരെ മുടിച്ചു കളയേണ്ടതാ. പക്ഷെ ദൈവം തന്റെ കോപമൊക്കെയും അടക്കി കളഞ്ഞു. അടുത്തത് നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. ഉഗ്രകോപം വിട്ട് ദൈവം തിരിഞ്ഞു. അവൻ മടക്കി വരുത്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അവൻ പക്ഷെ അതുകൊണ്ടായില്ല. അങ്ങനെ മടങ്ങി വന്നു. കൃപയാല് ഉഗ്രകോപം വിട്ട് തിരിഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടു ദൈവസേനയിൽ വന്നിരുന്ന പ്രാർത്ഥനയ്ക്ക് നീ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുന്ന സങ്കീർത്തനക്കാരൻ പറയാം 4-ാമത്തെ വാക്യത്തില്, രക്ഷയുടെ ദൈവമേ, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ വന്നു ദേശത്ത്, ബാക്ക് ട്രാക്കിലേക്ക് ഞങ്ങളെ ഒന്ന് ഇടണം. ഇന്ന് വന്ന് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഞായറാഴ്ച വന്നു പോയിട്ട് കാര്യമില്ല കേട്ടോ. നീ ട്രാക്കിൽ വീണില്ലേ? ഗുണം വരുന്ന പരിശുദ്ധാത്മ പറയാ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അടുത്തത് വായിച്ചാട്ട്, ഞങ്ങളോടുള്ള നീരസം മതിയാക്കണം. നോക്കണം, ദേശത്തെ കൊണ്ട് പാപമൊക്കെ മൂടിക്കളഞ്ഞു. പിന്നെന്തിനാ ദൈവത്തിന് നീരസം? ചിന്തിക്കണം, എന്തിനാ ദൈവത്തിന് നീരസം? ഇത്ര ഞാൻ അവനെ വേണ്ടി ചെയ്തിട്ടും ഇത്ര രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടും ഈ സമാധാന ദേശത്ത് കൊണ്ടുവന്നൊരു പാപത്തെ മൂടിക്കളഞ്ഞിട്ടും വീണ്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് വരാനൊരു സ്റ്റെപ്പ് എടുക്കാൻ മനസ്സില്ലാതിരിക്കുന്ന അവസ്ഥ. അത് തിരിച്ചറിയുന്നവനാണ് ഞാൻ. സമയമില്ലാത്ത താഴ്ത്തു പോകുന്ന എന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ട്, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ ഈ യഥാസ്ഥാനത്വം വരണമെങ്കിൽ അവന് മനസ്സിലായി, ഞാൻ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. അപ്പോൾ അവനറിയാം എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല, ജനം എന്നെ സമ്മതിക്കത്തില്ല. അവന്റെ ദൈവത്തോട് യഥാസ്ഥാനപ്പെടുത്തണമേ. നാം പറയാ, ഞാനൊരു കാര്യം ചെയ്യും. യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നത് വചനം നീ കേൾക്കണം, വചനം ശ്രദ്ധിക്കണം. യു ഹാവ് ടു നോ സച്ച് ഇറ്റ്. അതിൽ കൂടിയേ ദൈവത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ വചനം കേൾക്കുമ്പോൾ പാസ കേൾക്കാൻ പോകണ്ട. നീ വചനം ശ്രദ്ധിക്കും. കർത്താവ് എന്താണ് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവൻ തന്റെ അടുത്ത വാക്യത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്, ഫോർ ഹി വിൽ സ്പീക്ക് പീസ് ടു ഹിസ് പീപ്പിൾ. ശ്രദ്ധിക്കുമ്പോൾ ദൈവം തരുന്നതാണ് നിനക്ക് സമാധാനം. യഹോവ തന്റെ ജനത്തിന് സമാധാനം അരുളും. അടുത്ത ഇംഗ്ലീഷിൽ പറയുക, ബട്ട് ലെറ്റ് ദം നോട്ട് ടേൺ അഗെയിൻ ടു ഫോളി. അവർ വീണ്ടും പോഷത്വത്തിലേക്ക് കൈ നീട്ടാതിരിക്കട്ടെ. നീ വന്നു, ദേശത്ത് കൊണ്ടുവന്നു, രക്ഷിക്കപ്പെടുത്തി, ചിന്തിക്കാത്ത നന്മകള്, പാലും തേനും ഒഴുകുന്ന ദേശം, നന്മകളൊക്കെ നിനക്ക് തന്നു. ഹോളി സ്പിരിറ്റ് പറയാ, മകനെ മകളെ, വീണ്ടും മടയത്തരത്തിലേക്ക് നീ കൈനീട്ടല്ലേ. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും എന്നോടും നിങ്ങളോടും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അതുകൊണ്ട് സംഘത്തിനാൻ പറയാൻ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. റെസ്റ്റോറസ്. നമുക്കതിന് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:5 വാക്യം. എഫെസോസ് സഭയ്ക്ക് കർത്താവ് ലേഖനം എഴുതുമ്പോൾ, ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ 7 സഭകളോടുള്ള ദൂത് പറയുന്നതില് എഫെസോസ് സഭയോട് പറയുന്ന ദൂതാണല്ലോ. സ്വന്തം 2-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം സ്വന്തം ചെയ്യുന്നു വായിച്ചാട്ട്. 2-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. So what is restoration? എന്താണ് റെസ്റ്റോറേഷൻ? ദൈവത്തിലോട്ട് ഇല്ലെങ്കിൽ റിപ്പന്റ് ചെയ്യുന്ന മാത്രമല്ല റെസ്റ്റോറേഷൻ. റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നീ വന്നിരിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. അപ്പൊ നോക്കണം, നീ എവിടെ നിന്ന് വീണുവെന്ന് നീ ഓർക്കണം. ഇത് അറിയണമെങ്കിൽ എവിടെ പോയാലേ പറ്റുള്ളൂ. ദൈവം എന്താ ആഗ്രഹിക്കുന്നത് തിരിച്ചറിയാം. അതിന് ആ വചനം വായിക്കണമെന്ന് അറിയുന്നത്. റീഡ് വേർഡ്, വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഓഫ് യു. നീ അത് തിരിച്ചറിയാതെ എവിടെ നിന്ന് വീണെന്ന് തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. സ്വപ്നം ചെയ്യുന്നു. ഒത്തിരി വർക്ക് നോക്കണം. നിങ്ങളുടെ എഫെസോസ് സഭയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് അവിടെ നിങ്ങൾ വായിച്ചാൽ അവിടെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നു. അവർക്ക് പ്രവൃത്തിയുണ്ട്, അവർക്ക് അധ്വാനമുണ്ട്, അവർക്ക് ദീർഘക്ഷമ സഹനശക്തിയുണ്ട്, തിരിച്ചറിവുണ്ട്. ദുരുപദേശം പറയുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട് സഭയ്ക്ക്. പക്ഷെ അവർക്ക് ഒറ്റ പ്രശ്നം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ ഫസ്റ്റ് ലവ് വിട്ടുകളഞ്ഞു. ഇപ്പൊ കർത്താവ് പറയുക,
ആമേൻ സ്വന്തം ചെയ്യുന്നു. മെക്കാനിക്കൽ ക്രിസ്ത്യൻ ആകാനായിട്ടല്ല എന്നെ നിങ്ങളെ വിളിച്ചേക്കുന്നത്. ആമേൻ റിയൽ ക്രിസ്ത്യൻ ആകാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം ആമേൻ സ്വന്തം ചെയ്യുന്നു. നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷേ ഈ സ്നേഹമില്ലാതെ, കർത്താവിനുള്ള സ്നേഹമില്ലാതെ നീ ഇതെല്ലാം പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമുക്ക് റിച്വലിസ്റ്റിക് ക്രിസ്ത്യനാകാം, അതായത് എല്ലാം ഞാൻ ചെയ്യുന്നു, പങ്ക്ച്വലായി ചെയ്യുന്നു, പയസ് ക്രിസ്ത്യനാകാം. പയസ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് സ്നേഹമുള്ള ക്രിസ്ത്യാനി കാണുന്നില്ല. നീ എന്ത് ചെയ്യുന്നതും ദൈവത്തെ പേടി ചെയ്യുന്നതല്ല, നീ സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നവനാണ്. കഥ പറയാം, നീ റിച്വലായിട്ട് പള്ളിയില്ല, ഞായറാഴ്ചയും പോകുന്നു, എല്ലാവരും നിന്റെ ഉള്ളത്തിൽ ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ നിന്റെ ഏത് പ്രവൃത്തിയും വ്യക്തമാണെന്ന് ബൈബിൾ ശക്തമായി പറയാ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർക്കുക. അവൻ ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് പുറമോട്ട് നോക്കണം. അവൻ സ്വന്തം ചെയ്യുന്നു. ഒന്ന് പഴയ അനുഭവങ്ങളിലേക്ക് ഒന്ന് നോക്കണം. കർത്താവിനുള്ള ബന്ധം. അവൻ അതുകൊണ്ട് സംഗതി പറഞ്ഞ ഞങ്ങളെ അവൻ സ്വന്തം യഥാസ്ഥാനപ്പെടുത്തണമേ. പഴയ അവസ്ഥകളിൽ ഞങ്ങൾ ആരാധിച്ചിരുന്ന, ദൈവത്തെ സ്നേഹിച്ചിരുന്ന അവസ്ഥകളിൽ നിന്ന് അവൻ ഒരിക്കൽ ഞങ്ങൾ മാറിപ്പോയി, അന്നത്തെ അവസ്ഥകൾ മാറിപ്പോയിടത്തേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. അവൻ സ്വന്തം ചെയ്യുന്നു. ഒരു യഥാസ്ഥാനത്വത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് തന്നെത്താൻ ഒരു എക്സാമിനേഷൻ. ഇന്ന് പകൽക്കാരന്റെ വാക്കിൽ ഞാൻ അവിടെ നിർത്തുകയാണ്. യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് പറയുമ്പോൾ തന്നെത്താൻ ഒരു എക്സാമിനേഷൻ. പ്രിയമുള്ളവരെ, നമുക്ക് അത്യന്താപേക്ഷിതം. അവൻ നാം എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അശുദ്ധികളെല്ലാം മാറ്റിയാലേ കർത്താവ് വരുമ്പോൾ അവനോട് കൂടെ എടുക്കപ്പെടാൻ പറ്റുള്ളൂ. വെളിപ്പാട് 21 അധ്യായത്തില് അപ്പോമിനേഷൻസിനെ കുറിച്ച് ഇല്ലെങ്കിൽ ദൈവത്തിന് വെറുപ്പുള്ളവയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് 21:8 വായിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? സ്വന്തം ചെയ്യുന്നു. 1 ഭയം, ഭീരുത്വം. 2 അവിശ്വാസം. പിന്നെ പറയുന്നത് അറപ്പായിട്ടുള്ളത് അപ്പോമിനേഷൻസ്. അതിലൊന്ന് കുലപാതകം. അതിനകത്ത് അവസാനം പറഞ്ഞു വരുമ്പോൾ അവസാനം കള്ളം പറയുന്നവരെ എന്ന് പകൽക്കാലം കള്ളം പറയുന്നവരെ. വരും ദിവസങ്ങൾ കർത്താവിനോട് നമ്മൾ ചിന്തിക്കണം. യേശു അതിനെ കുറിച്ച് എന്തോ പറഞ്ഞു. യേശുവാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, നീ ഇതൊക്കെ മാറ്റി. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ ഒരുക്കുന്ന ആ ദേശത്തെത്താൻ പറ്റത്തില്ല. ഇന്ന് യേശു വന്നാല് അവനോടുകൂടി ആ ദേശത്തെത്താൻ ഈ വക അവിടെയാണ് വിഗ്രഹാരാധന. അപ്പോമിനേഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്തിട്ട് ആദ്യം പറയുന്നതാണ് വിഗ്രഹാരാധികൾക്ക്. അവിടെ എത്താൻ പറ്റില്ല. യേശുവിന്റെ പേര് പറഞ്ഞു പോലും ഒരു രൂപം ഉണ്ടാക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കണം. നിങ്ങൾ എന്റെ അടുക്കുന്ന ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് ഉണ്ടാക്കരുത്, വെക്കരുത്, അവയെ നമസ്കരിക്കരുത്, അവയെ ആരാധിക്കരുത്. ബൈബിൾ ശക്തമാണത്. പുതിയ നിയമവും ശക്തമാണ്, പഴയ നിയമവും വിഗ്രഹാരാധനയ്ക്കെതിരെ ശക്തമാണ്. അതിനെ അപ്പോമിനേഷൻ, ദൈവത്തിന് വെറുപ്പുള്ളത്. വിഗ്രഹം എന്ന് പറയുമ്പോൾ ജസ്റ്റ് പടങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തെക്കാൾ ഉപരി നീ എന്തിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്നു? നിന്റെ ജോലിയോ നിന്റെ ബിസിനസ്സോ നീ ആരാധിക്കാൻ കാര്യം, നീ മറ്റുള്ള കാര്യം നിന്റെ അത് വിഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം ദൈവം വെറുക്കുന്നതിനെയൊക്കെ മാറ്റിയിട്ട് എവിടെ നീ വീണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ. പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ വിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഈ ആരാധന നമുക്ക് സമർപ്പിക്കാം. ഒരു ദിവസം നമുക്ക് ചിന്തിക്കണം. യേശു വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് നമുക്കതൊന്ന് ചിന്തിക്കണം. ചില സംഭവങ്ങൾ കൂടി സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം യേശു വീണ്ടും ഞങ്ങൾ മത്തായി സുവിശേഷം 15-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ പൂർവന്മാരുടെ സമ്പ്രദായം പാരമ്പര്യം ഫോളോ ചെയ്യാത്ത? അവർ കൈ കഴുകുന്നില്ല കഴിക്കുന്നതിന് മുമ്പ്. അവിടെ യേശു ചോദിച്ചു, നിങ്ങൾ പൂർവന്മാരുടെ സമ്പ്രദായം കൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുന്നത് മനുഷ്യന്റെ വയറ്റിലേക്ക് പോകുന്നതല്ല അവനെ അശുദ്ധമാക്കുന്നത്, വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നത്. നമുക്ക് നോക്കണം എന്താ യേശു പറയുന്നത്. എന്താണ് ഒരു വ്യക്തി അശുദ്ധനാക്കുന്നത്? നീ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട വ്യക്തിയായിരിക്കാം. യേശു പറയുന്ന ഒരു ലിസ്റ്റ് മത്തായിലുമുണ്ട്, മർക്കോസിലുമുണ്ട്. അതൊന്ന് നോക്കണം. എന്നിട്ട് ഒന്ന് ശോധന ചെയ്യാൻ, കർത്താവേ ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെല്ലാ കൂട്ടത്തിലുണ്ട്. ഞാൻ നോക്കിയത് എല്ലാവരും ഉണ്ട്. എന്റെ പകൽക്കാലം മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ. എന്നാൽ മാത്രമേ കാലം ധരിക്കുമ്പോൾ അവരോട് കൂടെ എടുക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം പൗലോസ്ലീഹ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ പറയാൻ തുടങ്ങി, അവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, എന്നാൽ നിങ്ങൾ റെസ്റ്റോറേഷൻ പ്രാപിക്കും. ജഡത്തിന്റെ പ്രവൃത്തിക്ക് പോയാൽ നീ പരാജയപ്പെടും. അപ്പോൾ എന്താ ശുദ്ധനാക്കുന്നു എന്ന് യേശു പറഞ്ഞ ലിസ്റ്റുമായിട്ട് പൗലോസ് പറഞ്ഞ ലിസ്റ്റിനെ നമുക്കൊന്ന് നോക്കണം. എന്നിട്ട് ആത്മാവിന്റെ ഫലത്തെ കുറിച്ച്, ഫലങ്ങളല്ല ഫലം, ഹോളി സ്പിരിറ്റ് എന്തിനാ നിനക്ക് വേണ്ടത്?
എന്തിനാ യേശുവിലേക്ക് വരേണ്ടത്? കാരണം you shall be filled with the Holy Spirit. നീ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ നിന്നിൽ ഉരുത്തിരിയുന്നതാണ് ആത്മാവിന്റെ ഫലം. ആ ഫലം പ്രാപിക്കാതെ കാലത്തുണിയിൽ എടുക്കപ്പെടുന്നില്ല. കർത്താവിന്റെ ആത്മാവില്ലാത്തവൻ അതിനുള്ളവനല്ല എന്ന് പറയാൻ കർത്താവെ ഞങ്ങളെ സ്ഥാനപ്പെടുത്തണമേ. റെസ്റ്റോർ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാം. ആദ്യം പാഴ്ശൂന്യമായിരുന്ന ഭൂമിയെ റെസ്റ്റോർ ചെയ്യാൻ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ, പാഴ്ശൂന്യമായ ഭൂമിയെ പുതുക്കപ്പെടുന്നെങ്കിൽ പുതിയ നിയമത്തിൽ എന്നെയും നിങ്ങളെയും പുതുക്കി പണിയുന്നത് നമ്മളെ കൊണ്ട് കഴിയില്ല. നാം എത്ര ശ്രമിച്ചാലും പരാജയപ്പെടും. അതുകൊണ്ട് സംഘത്തിനാണ് ഞങ്ങളെ സ്ഥാനപ്പെടുത്തണം. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം പോകാൻ ഞാൻ പരിശുദ്ധാത്മാവെന്ന റൂക്ക കാര്യസ്ഥൻ, കംഫർട്ടർ, ആശ്വാസപ്രദൻ, പുതുക്കി പണിയുന്നവന് വരത്തില്ല. അന്ന് കൊത്തുകൊണ്ടവർ ചോദിച്ചു, സഹോദരന്മാരെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നിൽക്കണം. എന്നാൽ ഈ പരിശുദ്ധാത്മാവെന്ന് ദാനം കിട്ടും. ഈ ആത്മദാനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഉരുത്തിരിയുന്ന ഫലമാണ് the fruit of the Spirit. അവൻ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. ആ വക പ്രവർത്തിക്കുന്നവരാരും ഒരു കാലത്തും ദൈവരാജ്യം കാണത്തില്ലെന്ന് പൗലോസ് പറയുമ്പോൾ ആത്മാവിന്റെ ഫലം ഇതിന് വിരുദ്ധമായ ഒരു ന്യായ പ്രമാണം പോലുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പറയാൻ കർത്താവേ, ഇത്ര വലിയ വാഗ്ദത്തം ഞങ്ങൾക്ക് ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ആത്മാവിലെയും ഞങ്ങളുടെ ശരീരത്തിലെയും സകല അശുദ്ധികളെയും കന്മഷങ്ങളെയും പോക്കി വിശുദ്ധിയെ തികപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. പറയാൻ നമുക്ക് എഴുന്നേറ്റ് ഒരു ഗാനം പാടാം. വീണ്ടും